ഹലോ ഗെയ്സ്, നമുക്കിന്നിവിടെ നല്ലൊരു ബീഫ് വരട്ട് ഉണ്ടാക്കട്ടോ. നല്ല ടേസ്റ്റാണ്. വിറകടുപ്പത്ത് ഉണ്ടാക്കിയ ബീഫാണ്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഇതുവരെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളോട് സപ്പോർട്ട് ചെയ്യൂ. നല്ല ടേസ്റ്റ്. ഞങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി. ഇങ്ങനെ ഒന്നുകൂടിയും കഴിക്കാൻ തോന്നും. എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിന് നമുക്കൊരു മൺചട്ടി എടുക്കുക. ഒരു 1.5 കിലോ ഇറച്ചിയുണ്ട് കേട്ടോ. നല്ലോണം കഴുകി വൃത്തിയാക്കി മൺചട്ടിയിലിട്ട് കൊടുക്കാം നമുക്ക്. ഇത് നമുക്ക് മൺചട്ടിയിലിട്ടേക്ക് മസാലകളൊക്കെ തിരുമ്പിയിട്ട് ഒരു 10 മിനിറ്റ് നേരം വെക്കണം കേട്ടോ. 10 മിനിറ്റ് നേരം വെച്ചിട്ട് മസാലയൊക്കെ അതിൽ നല്ലോണം പിടിക്കണം. മസാല പിടിച്ചിട്ടില്ലെങ്കിൽ ടേസ്റ്റും ഉണ്ടാവില്ല. മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ട് നിങ്ങൾ അടുപ്പത്ത് വെച്ച് നന്നായി വേവിച്ചെടുക്കും കേട്ടോ. നമുക്കതിലെ മസാല നമുക്ക് ചേർക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളകും പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം അതും പാടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി തിരുമ്പി ഉപ്പ് ഇടുക. എന്നിട്ട് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വലിയ ജീരകം, ഇതെല്ലാം അതും പാടെ ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം തിരുമ്പി ഉപ്പിട്ട് പിന്നെ നമുക്ക് ചതവ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, ഇതെല്ലാതും പാടെ ചതച്ചത് ഇട്ട് കൊടുത്ത് നന്നായി തിരുമ്പി ലേശം വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാം കേട്ടോ. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് 2 മണിക്കൂർ നേരം അടുപ്പത്ത് വേവണം കേട്ടോ. 2 മണിക്കൂർ. ഇളയ ഇറച്ചിയാണെങ്കിൽ 1 മണിക്കൂർ 1.5 മതി. ഇത് കുറച്ച് മൂത്ത ഇറച്ചിയാവുകൊണ്ട് നല്ലോണം വേകണം. എന്നാൽ നമുക്ക് അതിക്കില്ലേ ഇതുണ്ടാക്കാം. തക്കാളി ഉള്ളിയൊക്കെ വഴറ്റാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 സവാള, 2 തക്കാളി നന്നായി വഴറ്റട്ടോ. 2 സവാള, പിന്നെ ചെറിയുള്ളി, 10 ചെറിയുള്ളി ഇട്ടാലും നല്ലൊരു ടേസ്റ്റാട്ടോ. നിങ്ങൾ ചെറിയുള്ളി ഇട്ട് നോക്കിയതിക്ക്. ചെറിയുള്ളി ഇടുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ഇതിക്കൊരു ചെറിയുള്ളി ഇട്ട് നോക്കി. ഒരു 10 ചെറിയുള്ളി എടുത്തിട്ട് അതും വഴറ്റി കൊടുക്കുക. ഇതൊക്കെ ഒന്ന് നന്നായി വഴന്ന് വരുമ്പോഴേ നമുക്ക് 2 തക്കാളി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നന്നായി വഴന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. വല്ലാതെ കറുത്ത് പോകുന്നും വേണ്ട, എന്നാലൊരു ബ്രൗൺ കളറാകണം കേട്ടോ. സവാളയൊക്കെ ഒന്ന് വഴലണം. അപ്പോഴേ അതിൻ്റെ സവാളിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോവുള്ളൂ. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കട്ടെ. 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായി വഴറ്റുക. തീ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതൊന്ന് മൂടി വെച്ചിക്കുകയാണെങ്കിൽ കുറച്ച് നേരം കൊണ്ട് വഴന്ന് കിട്ടും. ഞാൻ അപ്പോൾ അത് മൂടി വെച്ചിട്ടില്ല. ഇനി പച്ചമുളകേ, ഞാൻ അരിമുളക് ഉണ്ടായിരുന്നു, അത് ചതച്ചത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാന്താരി മുളകൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ്. ഇനി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് നേരം ഇങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ വഴറ്റി കൊടുക്കണം. ഒന്ന് അടച്ച് വെച്ചാൽ എളുപ്പമുണ്ട്. അടച്ച് വെച്ച് നമ്മളൊന്ന് അപ്പുറത്തൊക്കെ ഇപ്പുറത്തൊക്കെ തിരിയണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ചാൽ മതി. ആ തക്കാളിയൊക്കെ അതിൽ കടന്നിട്ട് നല്ലോണം മെൽറ്റായി കിട്ടും കേട്ടോ. കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ജീരകം പൊടിച്ച് കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റുക. കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളകിൻ്റെ പൊടി ഇതൊക്കെ ഒരു പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ സ്പൂൺ കണക്കൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എരിവിൻ്റെ അനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. മുളകും പൊടി നല്ല എരിവുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ചിട്ട് കൊടുത്താൽ മതി. മുളകും പൊടി എരിവ് കുറവാണെങ്കിൽ കുരുമുളകൊക്കെ കുറച്ച് നല്ലോണം. എന്നാൽ അടുപ്പത്ത് ബീഫ് വെച്ചിട്ട് നല്ലോണം തിളച്ച് പോകണ്ട കേട്ടോ. അത്യാവശ്യം വെള്ളമൊക്കെ ചേർത്ത് കുറച്ച് മൂത്ത ഇറച്ചിയാവുകൊണ്ട് നല്ലോണം 2 മണിക്കൂർ വേകണത്. ചെറിയ തീയിൽ കടന്നങ്ങനെ വെന്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുക്കറിൽ വെക്കണ പോലെ ഒന്നുമല്ല കേട്ടോ. അടുപ്പത്ത് പോകുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ അടുപ്പത്ത് വിറകടുപ്പത്തൊന്ന് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റാണ്. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയ ഗ്രേവിക്ക് ഇറച്ചിട്ട് കൊടുക്കാം. ഇറച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളം പാർന്ന് ഒന്ന് നല്ലോണം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായി വഴറ്റിയെടുക്കണം.
അതിൻ്റെ മസാലയൊക്കെ അതിൽ പിടിച്ചുകാണ്ടും റെഡിയാണ്. അടുപ്പത്ത് വെച്ച് വഴറ്റുമ്പോഴാണ് അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇത് ഗ്യാസുമ്മ കൊണ്ടുപോയി വേണമെങ്കിൽ വഴറ്റട്ടോ. അപ്പോൾ ഇത് ഗ്യാസുമ്മ കൊണ്ടുപോയി വഴറ്റുകയാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാവുകൊണ്ട് അടുപ്പത്ത് വേവിച്ച് ഗ്യാസുമ്മ വഴറ്റണം കേട്ടോ. നന്നായി ഇളക്കി വറ്റിച്ചെടുക്കുക. വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ട്, ഷാറായിട്ടുണ്ട്, അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ഞാനിന്നിപ്പോൾ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. ചക്കൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ചക്ക കൊണ്ട് നല്ലൊരു സ്വീറ്റ്സ് ഉണ്ടാക്കണ വീഡിയോ. ഇത് രണ്ടും ഉണ്ടാക്കിയപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ചിട്ടതാട്ടോ. അതും കൂടിയും കാണണേ. ഇത് കഴിഞ്ഞാൽ ചക്കൻ്റെ വീഡിയോ ഉണ്ട്, അതുകൂടിയും കണ്ടിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കൂ. ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ചക്ക കൊണ്ട് നല്ലൊരു വിഭവം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയിൽ തന്നെ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ കാണണം. നല്ല അടിപൊളിയാണ്, നല്ലൊരു സ്വീറ്റ്സാണ്. ചക്കക്കൻ്റെ കാലമാണല്ലോ, അപ്പോൾ ചക്കയൊക്കെ നല്ല ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കി. ഇതല്ലേ അലുവൻ്റെ അതേപോലെ കേട്ടോ. അത്രക്കിന് വേകണ്ട, അലുവ വരകണ പോയിന് വേണ്ട, പാകത്തെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ചാലും ഇത് കേടില്ല കേട്ടോ. നിങ്ങളിങ്ങനെ ചക്ക കൊണ്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. ഇതെങ്ങനെയായിരിക്കും ഉണ്ടാക്കിയാൽ കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. അതിനായിട്ട് നമുക്ക് ഒരു 15 ചക്കച്ചോളം എടുത്തിട്ടേ അതിൻ്റെ കുരുവും ചവണിയൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നന്നായി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് അത് മിക്സിയിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം. നല്ല വരിക്കച്ചക്ക തന്നെ എടുക്കണം കേട്ടോ. നിങ്ങൾ വരിക്കച്ചക്കൻ്റെ ചുള തന്നെ എടുക്കൊണ്ടു. വരിക്കച്ചക്കൻ്റെ ചുള തന്നെ എടുത്തിട്ട് നിങ്ങളേ ചെറുതാക്കി നുറുക്കി കൊടുക്കാം കേട്ടോ. ചെറുതാക്കി നുറുക്കി കൊടുത്തിട്ട് അല്ലേ, മധുരമൊക്കെ പാകത്തിന് ഇട്ടാൽ മതി കേട്ടോ. മധുരം നല്ലല്ല ചക്കയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി. ഇതിപ്പോൾ അത്യാവശ്യം മധുരമല്ല ചക്കയാണ്, അതുകൊണ്ട് ഞാൻ വല്ലാതെ പഞ്ചസാര ഇട്ടിട്ടില്ല. പഞ്ചസാരയൊക്കെ അതിൻ്റെ ഒരു പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാം കേട്ടോ. നന്നായി അടിച്ചെടുക്കാം. പേസ്റ്റ് പോലെ അങ്ങോട്ട് അടിച്ചെടുക്കണം കേട്ടോ. മിക്സിയിൽ പേസ്റ്റ് പോലെ അങ്ങോട്ട് അടിച്ചെടുത്തിട്ടേ നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം. നന്നായി അടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇങ്ങനെ അടിക്കണം, കുറച്ച് നേരം അടിക്കണം. ചക്കയൊക്കെ നന്നായി അടിഞ്ഞ് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകളും കുറച്ച് കോൺഫ്ലോറൊക്കെ ചേർക്കണം. അതിലേക്ക് പഞ്ചസാര ചേർക്കണം, നെയ്യ് ചേർക്കണം. ഈ സാധനം മാത്രം മതി, ഈ 3 സാധനങ്ങൾ മതി. ഇനി നമുക്കൊരു ഒരു പാത്രത്തിൽ കൊയ്ക്കാം. ഒരു അടി കട്ടിയുള്ള സ്റ്റീലിൻ്റെ പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം നന്നായിട്ടുണ്ട് കേട്ടോ. നല്ലോണം അരഞ്ഞു വന്നിട്ടുണ്ട്, കഷ്ണങ്ങളൊന്നുമില്ല, ഒക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചാണ് ചെറു തീയിൽ ഫ്ലെയിം ചെറുതാക്കി നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഗ്യാസ് മേൻ ഉണ്ടാക്കുന്നത്. നന്നായി കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതെ. ഇതിൽ കുറച്ച് പഞ്ചസാര, പാകത്തിന് പഞ്ചസാരയും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് കുറുകി വരട്ടെ. കോൺഫ്ലവർ ഒരു 4 ടീസ്പൂൺ കോൺഫ്ലവർ നല്ലോണം വെള്ളത്തിൽ അലിയിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. മെൽറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ. പഞ്ചസാരയും നെയ്യൊക്കെ ചേർക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ചേർക്കാം. ആവശ്യത്തിന് പഞ്ചസാര കേട്ടോ, ആവശ്യത്തിന് ചേർത്താൽ മതി. ആവശ്യത്തിന് പഞ്ചസാര ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നെയ്യും കൂടി ചേർക്കാം. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കൊണ്ട് കേട്ടോ. ആ പഞ്ചസാരൻ്റെ ആ മധുരത്തിൻ്റെ അതൊന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കൊണ്ട്, കുറച്ച് മതി. നന്നായി ഇളക്കിയിട്ട് നമുക്ക് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളെ പാകത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി. അതിൻ്റെ കണക്കൊന്നും പറഞ്ഞിട്ടില്ല, കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. 2 സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ, അധികം ഒന്നും വേണ്ട. നല്ലോണം ഇളക്കി കൊടുത്തിട്ടേ കോൺഫ്ലവർ ഒരു 4 ടീസ്പൂൺ കോൺഫ്ലവർ നന്നായി ഒരു പാത്രത്തിൽ വെള്ളം പാർന്നുകൊണ്ട് അലിയിച്ചുകൊണ്ട് എടുക്കുക.
ഇങ്ങോട്ട് അതിക്ക് നല്ലോണം ഇതൊക്കെ തിളച്ച് വരുമ്പോൾ അതിക്ക് ഒഴിച്ചിട്ട് കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ നിങ്ങൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ടയാവും. ഇതൊക്കെ ഒന്ന് നന്നായി വരട്ടെ, നെയ്യും പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ. ഇത് നമുക്ക് കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും ചെറുതാക്കി വെച്ചോളൂ കേട്ടോ. ഫ്ലെയിം കൂടിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോയാൽ പിന്നെ ഒന്നിനും പറ്റില്ല. തീ എപ്പോഴും കുറച്ച് വെക്കണം. അടി കട്ടില്ല പാത്രം എടുക്കാനും ശ്രദ്ധിക്കണം നിങ്ങൾ. ഇനി നമുക്ക് കോൺഫ്ലവർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 4 ടീസ്പൂൺ കോൺഫ്ലവർ ഞാനിവിടെ നല്ലോണം അലിയിച്ച് വെച്ചിട്ടുണ്ട്. പാത്രത്തിലൊക്കെ വെള്ളമൊക്കെ പാർന്ന് കട്ടയൊക്കെ ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഒഴിച്ച് കൊടുക്കാം നമുക്ക്. കോൺഫ്ലവർ ഒഴിച്ചുമ്പോഴേ പിന്നെ നിങ്ങൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ടയായി പോവും. 4 ടീസ്പൂൺ കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളം ഒഴിച്ച് നല്ലോണം അലിയിച്ചിട്ട് ഇതിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിൽ ചേർത്തിട്ട് നന്നായി ഇനി കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ, കട്ടയാവുള്ളൂ. ഫ്ലെയിമൊക്കെ കുറച്ചിട്ടേ കൈയെടുക്കാതെ കുറച്ച് നേരം ഇളക്കി കൊടുത്താൽ മതി. അതൊന്ന് വേകണം എന്നുള്ളൂ, കോൺഫ്ലവർ ഒന്ന് വേകണം എന്നുള്ളൂ അല്ലേ. പാകത്തെ കട്ടിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു വിക്സർ എടുത്തിട്ടേ ഇങ്ങനത്തെ ഒരു വിക്സ് എടുത്തിട്ട് അതുകൊണ്ട് ഇളക്കി കൊടുക്കുക. എന്നാൽ പിന്നെ കട്ട അടിയില്ല. ഇതുപോലെ വിക്സ് എടുത്തിട്ട് വീട്ടിലുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ഇളക്കി കൊടുക്കുക കേട്ടോ. തുടരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ കട്ട പിടിക്കില്ല. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ അത്. ചക്ക കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾ. ചക്കൻ്റെ സീസണാണല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. നന്നായി ഇളക്കി ഇതിൻ്റെ അയവൊക്കെ പാകമായി വെന്ത് വരുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം. ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ടേ ഇളക്കി കൊടുക്കാം. ഒന്ന് വേകണം എന്നുള്ളൂ, അല്ലാതെ ചക്കൻ്റെ അലുപോലെയൊന്നും ആവണ്ട. കോൺഫ്ലവർ ഇതിനൊന്ന് മെൽറ്റായി വരണം, കുറുകലും പാകമാണ്. കുറച്ച് നേരം ഇളക്കി കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇങ്ങനെ ആറ്റി നോക്കുമ്പോൾ തന്നെ അറിയാം എൻ്റെ കറക്റ്റ് അളവ്.
അങ്ങനെ നമ്മളെ ചക്ക സീറ്റൊക്കെ നല്ല നന്നായി വന്നിട്ടുണ്ടോ. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുത്തതാണ്. ഇനി നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അല്ലേ, നല്ല സോഫ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഇത് കണ്ടില്ലേ, നല്ലോണം നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തേങ്ങ ചിരകിയിലൊന്ന് ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കാണാനും നല്ലതാക്കാരം, കഴിക്കാനും നല്ലതാക്കാരം. ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെച്ചാലും ഇത് കേടുവരില്ല കേട്ടോ. ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. അല്ലേ, നല്ലോണം നന്നായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനി നമുക്ക് തേങ്ങയിലൊന്ന് എടുക്കാം കേട്ടോ. ഞാനൊന്ന് എടുത്താൽ മതി. നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടേ ഫീഡ്ബാക്ക് അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. എൻ്റെ നല്ലോണം നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായി വന്നിട്ടുണ്ട്.